ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പമായി ചിന്തയ്ക്കെടുത്ത വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-14 വാക്കുകൾ പറയുന്നു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പിൻ, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കിടക്കുന്നവർ അനേകരമാകുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ള, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. 2 വാതിലുകളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നു: വിശാലവാതിലും ഇടുക്കുവാതിലും. എന്നാൽ ഈ ലോകത്തിൻ്റെ വാതിൽ എന്ന് പറയുന്നത് പാപം നിറഞ്ഞതും മ്ലേച്ഛം നിറഞ്ഞതും അശുദ്ധി നിറഞ്ഞതുമാണ് ഈ ലോകത്തിൽ. എന്നാൽ ക്രിസ്തുവിൻ്റെ വാതിൽ ഇടുക്കമുള്ള, അതിൽ പരിഹാസം കാണും, നിന്ദ കാണും, ദുഷ്യ കാണും. പക്ഷേ അവസാനത്തോളം ഉറച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുവാൻ ഇടയായിത്തീരും. ഇത് അന്ത്യനാഴികയാണ്. ആരും തെറ്റിപ്പോകാതെ വണ്ണം തന്നെ സൂക്ഷിക്കണമെന്ന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മോട് പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. നമുക്കൊരുങ്ങാം. വിശുദ്ധിയോടെ വേർപാട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി നിൽക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.